മീഡിയ വൺ KCL പ്രവചന മത്സരത്തിലെ മെഗാ സമ്മാനവും ദിവസേന നടത്തിയ മത്സരത്തിലെ വിജയികൾക്കുള്ള ഉപഹാരവും ഇപ്പോൾ നൽകുകയാണ്. മീഡിയ വൺ സ്റ്റുഡിയോയിൽ അതിഥികളായി ക്രിക്കറ്റ് താരങ്ങളായ മുഹമ്മദ് അസറുദ്ദീനും NM ഷറഫുദ്ദീനും എത്തിയിട്ടുണ്ട്. മഹേഷ് പോലൂർ അതിഥികൾക്കൊപ്പം ചേരുകയാണ്. ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളുള്ളത് മീഡിയ വണ്ണിന്റെ ആസ്ഥാനത്താണ്. ഈ ആസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിലെ ക്രിക്കറ്റ് ആവേശം നമുക്കറിയാം. കേരള ക്രിക്കറ്റ് ലീഗ് അത് വിജയകരമായി അതിന്റെ പരിസമാപ്തി നമ്മൾ കണ്ടു. കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് അതിൽ ചാമ്പ്യന്മാരായി. ആ യാത്രയ്ക്കൊപ്പം അല്ലെങ്കിൽ ക്രിക്കറ്റ് ലീഗിനൊപ്പം KCLനൊപ്പം മീഡിയ വണ്ണും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസമായി മീഡിയ വൺ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ അവർക്കൊപ്പം നമ്മളുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ നടത്തിയ ഒരു പ്രവചന മത്സരം, ആരാകും പ്രവചന സിംഹം എന്നുള്ള ഒരു മത്സരം നമ്മൾ നടത്തിയിരുന്നു. ആ മത്സരത്തിന് വിജയികൾക്ക്, ആദ്യഘട്ടത്തിലുള്ള വിജയികൾക്ക് നമ്മൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് അതിന്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്നിപ്പോൾ അതിന്റെ മെഗാ സമ്മാന വിതരണം മീഡിയ വൺ ആസ്ഥാനത്ത് നടക്കുകയാണ്. എനിക്കൊപ്പം മുഹമ്മദ് അസറുദ്ദീൻ ചേരുകയാണ്. മുഹമ്മദ് അസറുദ്ദീൻ നമുക്കറിയാം കേരളത്തിന്റെ അഭിമാന താരമാണ്. മാത്രമല്ല ദക്ഷിണ മേഖല ദുലീപ് ട്രോഫിയിൽ ദക്ഷിണ മേഖല ടീമിനെ നയിച്ചതിന് ശേഷം അസർ നേരെ വന്നിറങ്ങിയത് ഇങ്ങോട്ട് കോഴിക്കോടേക്കാണ്, നമ്മുടെ മീഡിയ വൺ സ്റ്റുഡിയോയിലേക്കാണ്. ഷറഫുദ്ദീൻ നമുക്കറിയാം കൊല്ലം സെയിലേഴ്സിന്റെ തീപ്പൊരി ഓൾറൗണ്ടറാണ്. നമ്മൾ ഇത്തവണ നമ്മൾ കണ്ടു, ഷറഫുദ്ദീന്റെ പ്രകടനം കണ്ടു. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ എവിടെ നോക്കിയാലും ഷറഫുവിന്റെ പ്രകടനങ്ങൾ, മികവാർന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. നമുക്കൊപ്പം ചേരുന്നത് മീഡിയ വൺ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഷ്താഖ് അഹമ്മദ് സാർ, ശ്രീ പ്രമോദ് രാമൻ സാർ, നമ്മളെ എഡിറ്റർ ശ്രീ ബിജോയ് ചന്ദ്രൻ സാർ, മീഡിയ സൊല്യൂഷൻസ് ഹെഡ്. മീഡിയ വൺ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും ഒപ്പം കേരളത്തിന്റെ ക്രിക്കറ്റ് മുഖങ്ങളായ 2 താരങ്ങൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അസർ, ഈ ഒരു സമ്മാന വിതരണം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ KCLന്റെ ഒരു വിജയം നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത് കൃത്യമായി പ്രവചിച്ച ആളുകളാണ് ഇന്ന് സമ്മാനം മേടിക്കാൻ എത്തുന്നത്. KCL എത്രമാത്രം വലിയ ആത്മവിശ്വാസം നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകിയിട്ടുണ്ട്? തീർച്ചയായും കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിൽ ഫാർ ബെറ്റർ ആയിട്ടാണ് ഇപ്രാവശ്യം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കണ്ടക്ട് ചെയ്തത്. തീർച്ചയായും സക്സസ്ഫുൾ തന്നെയായിരുന്നു. പിന്നെന്താ പറയുക, ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രവചനത്തിൽ വിജയിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല IPL ഫ്രാഞ്ചൈസിൻ്റെയും സ്കൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിൽ ഒരുപാട് പേര് ഓൾറെഡി അവർ പിക്ക് ചെയ്തിട്ടുണ്ട്. ട്രയൽസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് അതിനെ കാണുന്നത്. ആലപ്പി റിപ്പിൾസിന്റെ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ എത്ര റൺസ് അടിക്കുന്നൊക്കെ നിങ്ങളുടെ ചോദ്യം ഉണ്ടായിരുന്നു. അതിനും കൃത്യമായ ആളുകൾ മറുപടി നൽകിയിട്ടുണ്ട്. മൊത്തം മാച്ച് കളിക്കാൻ പറ്റിയിട്ടില്ല, 8 മാച്ച് കളിക്കാൻ പറ്റിയുള്ളൂ. അതുമല്ല, നമ്മൾ ആസ് എ ടീം നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മോശമായിരുന്നു ഈ വർഷം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയായിരുന്നു, കുറച്ച് മോശമായിരുന്നു. പിന്നെ ഒരുപാട് ലേണിങ്സ് ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് അത്രയും കാലം നമുക്ക് എന്താ പറയുക, പഠിക്കുക, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അസറുദ്ദീൻ സാർ, ഈ മത്സരം KCL നടക്കുന്നതിനിടയിൽ അസറിന് ഒരു വലിയ ക്ഷണം വന്നു. ദുലീപ് ട്രോഫിയിൽ ദക്ഷിണേന്ത്യൻ ടീമിനെ നയിക്കാൻ വന്നു. അതിന്റെ ക്യാപ്റ്റനായി പോയി തിരികെ നേരെ അസർ നമ്മുടെ ഫ്ലോറിലേക്കാണ്. എന്തായാലും അതിലും വലിയ അഭിനന്ദനങ്ങൾ. ഇനി ഉയരങ്ങളിലേക്ക് അസർ എത്തട്ടെ. ഷറഫുദ്ദീൻ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ഏറ്റവും ഓൾറൗണ്ടർമാരാണല്ലോ ഈ കളി ജയിപ്പിക്കുന്നത്. ഷറഫിനെ നമ്മൾ കാണുമ്പോൾ ഏത് സമയത്ത് ഊർജ്ജം നിറച്ച ഒരു മുഖമാണ് ഷറഫിനെ സംബന്ധിച്ചിടത്തോളം. ഷറഫ്, ഇത്തവണത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു KCLനൊപ്പം ഉള്ളത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നമ്മൾ ഈ പ്രാവശ്യം റണ്ണേഴ്സ് ആയിരുന്നു ടീം. എന്നാലും കൊള്ളായിരുന്നു. മൊത്തത്തിൽ ടീമിൻ്റെ വൈബും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നന്ദി പറയണം അവരോട്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പ് എപ്പോഴും മേളിലാണ് ഒരേ വർഷം കഴിയുന്നതും വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്ലേയേഴ്സിനും എന്താ പറയുക, പുതിയതായിട്ട് കുറേ പ്ലേയേഴ്സ് ഈ പ്രശ്നം നന്നായി ചെയ്തിട്ടുണ്ട്. പുതിയ പിള്ളേർ, ഒന്നും കളിക്കാത്ത കുറേ പുതിയ പിള്ളേർ ഇപ്പോൾ ഈ നല്ല പെർഫോമൻസ് ചെയ്ത് രംഗത്തോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ചേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൊള്ളായിരുന്നു. മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വർഷവും. അങ്ങനെ റണ്ണേഴ്സ് ആയിരുന്നു, കൊള്ളാം. IPL സ്കൗട്ടിംഗ് ടീം കണ്ണു വെച്ചിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്താഖ് അലി പോലത്തെ ടൂർണമെന്റിൽ നിന്നൊക്കെയാണ് ഈ ഒരു ലൈവ് മാച്ച് കിട്ടുന്നത്. ഇപ്പം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും IPL-ലോട്ടൊക്കെ കയറാനുള്ള നല്ലൊരു അവസരമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായും. താങ്ക് യു പ്രമോദ് സാർ. നമ്മൾ പലതരത്തിലുള്ള പ്രവചനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്രിക്കറ്റിൽ നമ്മൾ ഒരുപക്ഷെ മീഡിയ വൺ ആദ്യമായി കൈകോർക്കുന്നതാണ് KCLനൊപ്പം.
വിജയികളോട് എന്താണ് പറയാറുള്ളത്? അല്ല, വിജയികളോട് ഒന്നാമതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ മീഡിയ വണ്ണിനോടൊപ്പം അവർ നിന്നതിൽ വലിയ സന്തോഷം. പ്രത്യേകിച്ച് മീഡിയ വൺ നമ്മൾ ക്രിക്കറ്റ് എന്നല്ല, ഫുട്ബോൾ എന്നല്ല, സ്പോർട്സിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മളത് വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ആ നിലയ്ക്ക് നമുക്ക് ഇതിന്റെ വിജയകരമായ ഒരു നടത്തിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷകരമാണ്. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഓക്കെ സാർ, നമ്മളിത് KCI-യുമായി ചേർന്ന് നടത്തുമ്പോൾ സാധാരണഗതിയിൽ ക്രിക്കറ്റിന് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം ഇപ്പോൾ ഇവരെല്ലാവരും പേരെടുത്ത് നമ്മുടെ ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ് കേരളത്തിലെ. അപ്പോൾ നമ്മൾ അതിനൊപ്പം ഉണ്ടായിരുന്നു. ആ യാത്രയിൽ നമുക്ക് വലിയ സന്തോഷമുണ്ടല്ലേ? യെസ്, യഥാർത്ഥത്തിൽ മീഡിയ വൺ സ്പോർട്സ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള വിഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം കേരള ക്രിക്കറ്റ് ലീഗുമായി ചേർന്നുകൊണ്ട് ഈ അർത്ഥത്തിലുള്ള വലിയ ഒരു പാർട്ടിസിപ്പേഷന് നമ്മൾ തയ്യാറായിരിക്കുന്നത്. ഇനിയും ഈ അർത്ഥത്തിൽ വലിയ വലിയ പാർട്ടിസിപ്പേഷനോടുകൂടി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ മത്സര വിജയികൾക്ക് എൻ്റെ ഊഷ്മളമായ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഈ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളായ അസറുദ്ദീൻ ആൻഡ് ഷറഫുദ്ദീന് സ്വാഗതം കൂടി നേരുവാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കാം.